ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ വെയിറ്റ് ലോസ് ജേണീൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ 17 kg എങ്ങനെയാണ് കുറച്ചത് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ. അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ടാണ് ഇപ്പം ഞാൻ എത്തിയേക്കുന്നത്. വെയിറ്റ് ലോസ് ജേണീൻ്റെ കാര്യങ്ങൾ, അതും 17 kg അത്രയും വലിയൊരു കിലോ ഒക്കെ നമ്മൾ കുറയ്ക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ഒരു വീഡിയോയിൽ നമുക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റില്ല. അതൊരു ഇൻഫർമേഷൻ അത് ക്ലിയർ ആവാത്ത രീതിയിലായിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ പാർട്ടായിട്ട് വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വേണമെങ്കിൽ പറയാം, ഒരാഴ്ച കൊണ്ട് 5 കിലോ കുറച്ചത് ഞാൻ ഇങ്ങനെയാണ്, ഒരു മാസം കൊണ്ട് 15 കിലോ കുറച്ചു ഈ വെള്ളം മാത്രം കുടിച്ചിട്ട്, അല്ല ഇങ്ങനെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അതൊന്നുമല്ല റിയാലിറ്റി, ഒരിക്കലും അതല്ല. നമ്മൾ ഞാൻ വെയിറ്റ് ലോസ് ചെയ്ത ഒരാൾ എന്ന നിലയിൽ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. നമുക്കറിയില്ല, ഓരോരുത്തരും ഇങ്ങനെ പറയും, ഇങ്ങനെ അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി, ഈ ഡയറ്റ് ചെയ്താൽ മതി, ഇങ്ങനത്തെ മിലിറ്ററി ഡയറ്റ്, മറ്റേ അങ്ങനത്തെ കുറേ ടൈപ്പ് ഡയറ്റുകളുണ്ടല്ലോ, അങ്ങനത്തെ ഡയറ്റ് ചെയ്താൽ മതി, ഫൈബർ അങ്ങനെ കഴിക്കണമെന്നില്ല, പ്രോട്ടീൻ അത്ര വേണമെന്നില്ല, എക്സസൈസ് ചെയ്യണമെന്നില്ല, അങ്ങനെ പല കാര്യങ്ങളും. അത് ഒരാഴ്ച കൊണ്ട് നമുക്ക് 5 കിലോ ഒക്കെ കുറക്കാം, അങ്ങനെയൊക്കെ രീതിയിലുള്ള വീഡിയോസ് വരുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഒരാഴ്ച കൊണ്ട് ഇത്രയൊക്കെ കുറക്കാൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു മാസം കൊണ്ട് ഞാൻ സ്ലിം ആവുമല്ലോ, അങ്ങനെയാണെങ്കിൽ അത് ചെയ്തിട്ടെന്നെ കാര്യം എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്തു പോകും. അത് നമ്മുടെ തെറ്റല്ല, കാരണം നമുക്ക് അത്രയും ആഗ്രഹമുണ്ട് നമ്മുടെ ഈ വെയിറ്റ് ഒന്ന് കുറക്കണം, നമ്മൾ പഴയതുപോലെ ആണെങ്കിൽ പഴയതുപോലെ, അല്ലെങ്കിൽ നമുക്കൊന്ന് മെലിഞ്ഞിരിക്കണം, നമുക്ക് ഇഷ്ടം, കാരണം അതിനോട് ഇഷ്ടമുള്ള ആൾക്കാരാണ് അത് ചെയ്യുന്നത്. വണ്ണം ഉള്ളത് ഒരിക്കലും ഒരു ആരുടെയും തെറ്റുമല്ല. വണ്ണം അതിനെ അവർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് വണ്ണത്തോടെ ഇരിക്കാനാണ് ഇഷ്ടം എന്ന് അവർ ചിന്തിക്കുകയാണെങ്കിൽ അവരങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ അവരെ പിറകെ പോയിട്ട് നിങ്ങളെന്താ ഇങ്ങനെ വണ്ണം വെച്ചുള്ളൂ, ഇങ്ങനെ കുറക്കണം, അത് ചെയ്താൽ മതി, ഇത് ചെയ്യണം, ഇത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് വണ്ണത്തിൽ ഇരിക്കാനാണ് അവർക്ക് ഇഷ്ടം. അവർക്ക് വെയിറ്റ് ഉള്ളതും അവർക്ക് കാണാൻ കുറച്ച് ചബ്ബിയായിട്ടൊക്കെ ഇരിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരോട് നമ്മൾ പോയിട്ട് ഇപ്പോൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അല്ലാത്ത ആൾക്കാരോടുള്ള കാര്യമാണ് ഇപ്പം ഞാൻ പറയുന്നത്. കാരണം വണ്ണമുണ്ട്, പക്ഷെ ആ വണ്ണം കുറക്കണം. ചിലപ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കും, വണ്ണത്തിൽ തന്നെ ആയിരിക്കും കുഞ്ഞിലേ ഇരിക്കുന്നത്. ചിലവർ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ വണ്ണം വെച്ചു, അത് കഴിഞ്ഞു അത് കുറക്കാൻ ട്രൈ ചെയ്യുന്നവരായിരിക്കും. എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഇങ്ങനത്തെ ആഡുകളും ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ എന്നാൽ അത് ചെയ്ത് നോക്കാം, ഇത് ചെയ്ത് നോക്കാമെന്ന് ഉള്ള ഒരു തോട്ട് നമുക്ക് വരും. നമ്മുടെ ആ ഒരു ആഗ്രഹത്തിൽ നിന്ന് വരുന്ന തോട്ടാണ്. പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് നിങ്ങൾ സെക്കൻഡ് പാർട്ട് കാണണമെന്നാണെങ്കിൽ ഞാൻ ഇവിടെ പിൻ ചെയ്ത് വെച്ചേക്കാം. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അത് കഴിഞ്ഞ് നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു റിസർച്ചും ചെയ്യാതെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ യൂട്യൂബ് കണ്ടോ അല്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അങ്ങനെ വെച്ച് നമ്മൾ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്ത്, കാരണം നമ്മുടെ ലൈഫാണ്, നമ്മുടെ ബോഡിയാണ്, നമുക്ക് അതിൻ്റെതായ അവരുടെ ബോഡി പോലെയല്ല നമ്മുടെ ബോഡി, അത് ഡിഫറെൻ്റ് ആണ് ഓരോരുത്തരുടെയും ബോഡി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെ പറ്റും, നമുക്ക് എങ്ങനെയാണ് അത് അറിയണമെങ്കിൽ നമ്മൾ നന്നായിട്ട് റിസർച്ച് ചെയ്യണം, കൂടുതൽ ആൾക്കാരിലോട് കാര്യം ചോദിക്കണം, കൂടുതൽ വീഡിയോസ് കാണണം, കൂടുതൽ അല്ലാതെ ഗൂഗിളായാലും ChatGPT ആയാലും ഏതൊക്കെ വഴിയാണ് നമുക്ക് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ പറ്റും, ആ വഴിയൊക്കെ നമ്മൾ മാക്സിമം റിസർച്ച് ചെയ്ത് നമ്മൾ അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിലോട് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാനും അതിന് നമുക്ക് 100% ഇട്ടിട്ട് അതിനെ നമുക്ക് അതുപോലെ തന്നെ റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് 5 കിലോ കുറയും, 15 കിലോ കുറയും എന്നൊക്കെ പറയുന്നത് അത് വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. ഒരിക്കലും അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെത്തേഡാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു BMI എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് വെയിറ്റ്, നമ്മുടെ ഹൈറ്റ് ഇത്രയാണ്, ആ ഹൈറ്റിനനുസരിച്ചുള്ള ബോഡി വെയിറ്റ് ആണ് നമുക്ക് വേണ്ട. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കേസ് എടുത്ത് ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ 155 ആണ് ഞാൻ ഹൈറ്റ് വരുന്നത്. അപ്പം ഞാൻ ഒരു 52ന്റെ മുകളിലാണ് എൻ്റെ BMI വരേണ്ടത്. അപ്പോൾ 52ന്റെ താഴെ പോയാൽ ഞാൻ അണ്ടർ വെയിറ്റ് ആവും. 52ന്റെ മുകളിലോട്ട് ഒരു 55, 58 വരെയൊക്കെ എനിക്ക് പോകാം. അതുവരെ എനിക്ക് നോർമൽ വെയിറ്റ് ആണ്. 58 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓവർ വെയിറ്റ് ആകും. അപ്പോൾ അതാണ് BMI എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 17 കിലോ ആണ് ഞാൻ കുറച്ചതെന്ന്. 17 കിലോ ഞാൻ കുറച്ചത്
എന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് ആ ഒരു 17 കിലോ അതുപോലെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനിപ്പോൾ ആ 17 കിലോ കുറച്ച് 49 വെയിറ്റിലല്ല ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാനിപ്പം വെയിറ്റ് 55 ആണ്. അതിനെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 49 ആയപ്പോഴാണ് ഞാൻ ഒരിക്കലും ഞാൻ ഇത്രയും വെയിറ്റ് കുറച്ച് കളയാം, അങ്ങനെയാക്കി കളയാം, ഇങ്ങനെയാക്കി കളയാം, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് ഞാൻ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്ത ആളല്ല. കാരണം എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ വെയിറ്റ് കുറയുമെന്നോ, ഇത്ര പെട്ടെന്ന് കുറയുന്നോ, ഇങ്ങനെ വല്ലാതെ അങ്ങ് കുറഞ്ഞു പോകുന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. എനിക്ക് കിട്ടിയിട്ടുള്ള റിസോഴ്സുകൾ വെച്ചിട്ട് ഞാൻ ചെയ്തു. അതിന് നല്ല രീതിയിൽ റിസൾട്ട് എനിക്ക് കിട്ടിയത് കൊണ്ടാണ് എനിക്ക് 6 മന്ത് കൊണ്ട് എനിക്ക് ഇത്രയും വെയിറ്റ് കുറക്കാൻ വേണ്ടി പറ്റിയത്. അത് ഞാൻ 49 എത്തി നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, 49 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അണ്ടർ വെയിറ്റ് ആണ്. നമ്മുടെ ഒരു ഏജ് വെച്ചിട്ട്, നമ്മുടെ ഒരു ഹൈറ്റ് വെച്ചിട്ട് നമുക്ക് ഇത്രയും വെയിറ്റ് വേണം. അപ്പൊ അതിൽ ഞാൻ അണ്ടർ വെയിറ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ മനസ്സിലായപ്പോഴാണ് ഞാൻ വെയിറ്റ് കൂട്ടണം എന്ന് ചിന്തിച്ചത്. അങ്ങനെ വെയിറ്റ് കൂട്ടിയിട്ടാണ് ഞാനിപ്പോൾ 55 വന്ന് നിൽക്കുന്നത്. 55 എനിക്ക് ഹെൽത്തി വൈസ് ഞാൻ 55 ഓക്കെയാണ്. പക്ഷെ എനിക്കിപ്പോൾ 55 വെയിറ്റ് മതി. പക്ഷെ എന്നാലും എനിക്ക് ഫിറ്റ് ആവാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജിമ്മിലും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, BMI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. BMI നമുക്ക് ഇത്രയാണ് വെയിറ്റ്. ഇതിപ്പം നമുക്ക് അതെന്ന് നമുക്ക് അതിനനുസരിച്ചുള്ള അണ്ടർ വെയിറ്റ് ആയി പോയാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഹെൽത്ത് പ്രോബ്ലംസ് വരും. അപ്പം നമുക്ക് ഒരു ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരു 155 ഉള്ള ആളാണെങ്കിൽ ഒരു 55, 58 ആ റേഞ്ചിൽ അങ്ങ് നിന്നിട്ട്, അല്ലാതെ 40 പോകാൻ, കാരണം കുറച്ച് ഏജ് ഒക്കെ കഴിഞ്ഞ് ഒരു 20 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 50ന്റെ മുകളിൽ കുറച്ച് വേണം. ഒരു 50 എങ്കിലും, ഒരു 50യുടെ അടുത്തെങ്കിലും നമ്മൾ വെയിറ്റ് വേണം. അങ്ങനെയാണ് ആ ഒരു ഏജിന്റെ വയസ്സ് പറയുന്നത്. അപ്പം നമ്മൾ അങ്ങനെ അത്രയും കുറയാനും പാടില്ല. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങളിപ്പോൾ ഒരാഴ്ച കൊണ്ട് 5 കിലോ കുറച്ചേക്കാം, അങ്ങനെയൊക്കെ പറയുന്നത് അത് ഭയങ്കര അൺഹെൽത്തി ആണെന്ന് പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹെൽത്തി ആയിട്ട് നമ്മളെ വെയിറ്റ് ഒരു മന്ത് കുറക്കാൻ പറ്റുന്നത് 2 to 4 ആണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്ത് നോക്കാം, ഗൂഗിള് അല്ല ChatGPT, എങ്ങനെ വേണമെങ്കിലും നോക്കാം. ഹെൽത്തി നമുക്ക് വെയിറ്റ് കുറക്കാൻ പറ്റുന്നത് 2 കിലോ മുതൽ 4 കിലോ വരെയാണ്. അതായത് നമുക്ക് ഒരാഴ്ച 1/2 കിലോ മുതൽ 1 കിലോ വരെ വെയിറ്റ് നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റുള്ളൂ ഹെൽത്തി ആയിട്ട്. അപ്പോൾ 1/2 കിലോ മുതൽ 1 കിലോ വരെ മാത്രമേ നമുക്ക് ഒരു വീക്കിലും, അതുപോലെ 2 to 4 വരെ നമുക്ക് മന്തിലും കുറക്കാൻ പറ്റുള്ളൂ, ഹെൽത്തി വൈസ് കുറക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നിടത്താണ് അവർ ഓരോരുത്തരും പറയുന്നത് 5 കിലോ ഒരാഴ്ച കൊണ്ട് കുറക്കാം, 15 കിലോ ഞാൻ 1 മാസം കൊണ്ട് കുറച്ചത് ഇങ്ങനെയാണ്, അത് ഈ ഡ്രിങ്ക് കുടിച്ചിട്ടാണ്. ഈ ഡ്രിങ്കിലൊന്നും ഒരു കാര്യമില്ല. മീൻസ് ഡ്രിങ്കിൽ കാര്യമുണ്ട്, പക്ഷെ ഡ്രിങ്ക് മാത്രം കുടിച്ചത് കൊണ്ട് ആരും ഇവിടെ വെയിറ്റ് കുറഞ്ഞിട്ടുമില്ല. അങ്ങനെ ചെയ്തതുകൊണ്ട് മാത്രം നമ്മുടെ ഫാറ്റ് ബേണായി പോവോ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. നമ്മൾ ഇത്രയും കാലം കഴിച്ചതും അല്ലാതെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജനറ്റിക്കായ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന ഒരു ഫാറ്റാണിത്. അതൊരു ഡ്രിങ്കിന് മാത്രം ഇത് കുറക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നമുക്ക്? ഇല്ല. അത് ഭയങ്കര തെറ്റായ ഇൻഫർമേഷനാണ് ഓരോരുത്തരും കൊടുക്കുന്നത്. ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു, ഞാൻ നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലേക്ക് കടന്നത്. ഞാൻ ചെയ്തപ്പോൾ ഞാൻ അതുപോലെ തന്നെ എക്സസൈസും, ചിലതിലൊക്കെ പറയുന്ന കേൾക്കാം എക്സസൈസ് വേണ്ട, ഞാൻ ഡയറ്റ് ചെയ്തിട്ട് മാത്രം വണ്ണം ഇത്രയും കുറച്ചു എന്നൊക്കെ. ഡയറ്റ് ചെയ്താൽ മാത്രം വണ്ണം കുറയും. ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ 80% നമ്മുടെ ഡയറ്റ് തന്നെയാണ് നമ്മുടെ വെയിറ്റ് കുറപ്പിക്കുന്നത്. 20% അല്ലെങ്കിൽ 30% അത്രയേ ഉള്ളൂ നമ്മുടെ എക്സസൈസിനുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ എങ്കിലും നമുക്ക് എക്സസൈസ് വേണം. കാരണം നമ്മൾ ചിലവരെ കണ്ടിട്ടില്ലേ, അവർ ഡയറ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ വീണ്ടും കയറി അങ്ങ് വണ്ണം വെക്കും, പെട്ടെന്ന് അവർ തിരിച്ച് വെയിറ്റിങ് കയറി വരും. അതുപോലെ ഈ സ്കിന്നൊക്കെ ഇങ്ങനെ ഡ്രൈ പോലെയായി, കഴുത്തിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇതുപോലെയൊക്കെ കാണുന്നില്ലേ, നമ്മൾ കുറച്ച് എന്താ പറയുക, സ്കിന്ന് സെറ്റായി വരുന്നില്ല ബോഡിക്ക്. ആ ഒരു രീതിയിലേക്ക് എന്ന് വെച്ചാൽ നമ്മൾ വണ്ണം കുറയുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിൻ ആ ബോഡിയായിട്ട് ഇതായി വരുന്നില്ല. അതിന് കാരണമൊക്കെ ഈ എക്സസൈസ് ഇല്ലായ്മയും ഒക്കെ അതിനൊരു കാരണമാണ്. ഞാൻ എക്സസൈസിനും ഫിറ്റ്നസിനും ഒക്കെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ അടുത്തൊരു പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്.
കാരണം മെയിൻ്റെനൻസ് എങ്ങനെ നമ്മൾ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നമ്മളിങ്ങനെ 5 കിലോ 15 കിലോ ഒന്നും അങ്ങനെ നമ്മൾ കുറക്കാൻ നിൽക്കാനേ പാടില്ല. അങ്ങനെ പല ആൾക്കാരും പലതും പറയും. അപ്പോൾ പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ടും നമ്മൾ നന്നായിട്ട് അത് മനസ്സിലാക്കിയിട്ടും മാത്രമേ നമ്മൾ എന്ത് ഡയറ്റിലാണെങ്കിലും എക്സസൈസിലേക്കാണെങ്കിലും നമ്മൾ കടക്കാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് ചെയ്തത്. ഞാൻ കറക്റ്റായിട്ട് ഫൈബർ, അതുപോലെ പ്രോട്ടീൻ, ഫാറ്റ് ഇതടങ്ങിയ ഫുഡുകളൊക്കെ കൃത്യമായി കഴിച്ചിട്ട് തന്നെയാണ് ഞാൻ വെയിറ്റ് ലോസ് ചെയ്തത്. നമുക്ക് എല്ലാം വേണം. നമ്മൾ അങ്ങനെ കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ എനർജി. നമുക്ക് എനർജി വേണം, നമുക്ക് ജീവിക്കാനും നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യണം. എനർജി വേണമെങ്കിൽ അത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് കിട്ടുന്നത്. അല്ലാതെ നമ്മൾ ഫ്രൂട്ട്സ് ഡയറ്റ്, എഗ്ഗ് മാത്രം എന്ന് പറയുമ്പോൾ പ്രോട്ടീനും കുറച്ച് കാര്യങ്ങൾ, ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഫൈബറും കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ അല്ലാതെ ബാലൻസ്ഡ് മീലായിട്ടാണ് നമ്മൾ വെയിറ്റ് ലോസ് കുറക്കേണ്ടത്. ഇത് കാർബോഹൈഡ്രേറ്റ് വേണം, ഫൈബർ വേണം, പ്രോട്ടീൻ വേണം, ഫാറ്റ് വേണം, എല്ലാം വേണം എന്ന് വെച്ചാൽ എല്ലാം കുറച്ച് അളവിൽ നമ്മുടെ ബോഡിക്ക് പറ്റുന്ന തരത്തിലുള്ള അളവിൽ കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് കുറച്ചിട്ട് കാലറി ഡെഫിസിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മളിങ്ങനെ ഫ്രൂട്ട്സ് കഴിച്ചിട്ടും അല്ലാതെ എഗ്ഗ് അല്ലാതെ വേറൊരു ഡയറ്റ് ഉണ്ടല്ലോ, ആ ഡയറ്റിൻ്റെ പേര് ഞാൻ മറന്നുപോയി, മറ്റേ മീറ്റ് ഐറ്റംസ് മാത്രം വെച്ച് കഴിച്ചിട്ട് ഡയറ്റ് ചെയ്യുന്നില്ലേ, എന്നിട്ട് ഒരിടെ കുറേ പേർക്കൊക്കെ എന്തൊക്കെയോ പ്രോബ്ലം ഒക്കെ ആയിട്ടില്ല. അപ്പോൾ ആ ഒരു ഡയറ്റ് അതൊക്കെ ഭയങ്കര അൺഹെൽത്തി ആണ്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം BMI ശ്രദ്ധിക്കണം നിങ്ങൾ. അതുപോലെ നിങ്ങൾക്ക് എത്രയാണ് ഐഡിയൽ വെയിറ്റ് എന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കണം. നമുക്ക് നമ്മുടെ ഹൈറ്റ് അനുസരിച്ച് ഇത്ര വെയിറ്റ് വേണമെന്ന് നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവണം. അല്ലാതെ എനിക്ക് ഇത്രയിൽ എത്തണമെന്ന് നമുക്കൊരു ഐഡിയൽ വെയിറ്റ് ഉണ്ടാവുമല്ലോ, ആ വെയിറ്റിൽ എത്താൻ നമ്മൾ ട്രൈ ചെയ്യണം. അതിൻ്റെ കൂടെ BMI നോക്കണം. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ് മീൽ നമ്മൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ പിന്നെ എക്സസൈസിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. കാരണം എളുപ്പത്തിലൂടെ കുറക്കാൻ പറ്റുന്നതേ അല്ല വെയിറ്റ്. കാരണം അങ്ങനെ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബാഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും. കാരണം ഞാൻ 6 മന്ത് കൊണ്ടാണ് ഞാൻ ഈ 17 kg കുറച്ചത്. എന്നിട്ട് പോലും എനിക്ക് type 1 ഫാറ്റി ലിവർ വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ബോഡി ഇങ്ങനെ വണ്ണത്തിരിക്കുന്ന ബോഡി പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതാണ് ഈ ഗ്രേഡ് 1 ഫാറ്റി ലിവർ. കുറേ കാരണങ്ങൾ കൊണ്ടുവരും. പക്ഷെ അതിൻ്റെ ഒരു കാരണമാണ് ഈ പെട്ടെന്നുള്ള വെയിറ്റ് ലോസും അതിനൊരു കാരണമാണ്. എനിക്ക് ഈ വെയിറ്റ് ലോസ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞിട്ട് എനിക്ക് ചെക്ക് ചെയ്തപ്പോൾ ഈ ഗ്രേഡ് 1 ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു. അപ്പോൾ 6 മന്ത് കൊണ്ട് ഞാൻ 17 കിലോ കുറച്ചിട്ട് തന്നെ എനിക്ക് ആ ഗ്രേഡ് 1 ഫാറ്റി ലിവർ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം അല്ലാതെ പറയുന്നുണ്ടല്ലോ ഓരോരുത്തരും ഇങ്ങനെ 15 കിലോ ഒരു മാസം കൊണ്ട് കുറക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പം എന്തായിരിക്കും അതിന് സൈഡ് എഫക്റ്റ് വരാൻ വേണ്ടി പോകുന്നത്? നമുക്ക് ഇപ്പോഴത്തെ ആ ഒരു ഇതിനു വേണ്ടി വെയിറ്റ് കുറയും കാര്യങ്ങളൊക്കെ ആവുമായിരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ ചെയ്യുക. വെയിറ്റ് ലോസ് ആണെങ്കിലും വെയിറ്റ് ഗെയിൻ ആണെങ്കിലും ഒക്കെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു, മെയിൻ്റെനൻസ് കാര്യങ്ങൾ, അത് ജിമ്മ്, അതൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പാർട്ട് 2 ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് എൻ്റെ അടുത്തുനിന്ന് കേൾക്കാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യണം. എന്തൊക്കെയാണ് നിങ്ങളുടെ വെയിറ്റ് ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണോ, അല്ല ഫിറ്റ്നസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത വീഡിയോസ് കിട്ടാൻ താല്പര്യമുള്ള ആളാണോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. ഓക്കെ, ബൈ.